നമസ്കാരം. ഉത്തർപ്രദേശിൽ 40 വർഷം അടച്ചിട്ടിരുന്ന ജൈന ക്ഷേത്രം വീണ്ടും തുറന്നു കൊടുക്കാൻ യോഗി സർക്കാർ. ഇക്കുറി യോഗിയുടെ ബുൾഡോസർ പോയത് അനധികൃത കെട്ടിടം തകർക്കാനോ കുറ്റവാളികളുടെ വീട് തകർക്കാനോ അല്ല. പകരം 40 വർഷം അടച്ചിട്ടിരുന്ന ഒരു ജൈന ക്ഷേത്രത്തിന്റെ വാതിലിന് മുൻപിൽ ഉണ്ടായിരുന്ന മണ്ണും കട്ടളകളും നീക്കം ചെയ്യാനാണ്. ഉത്തർപ്രദേശിലെ മോറാദാബാദിൽ 40 വർഷമായി അടഞ്ഞു കിടന്നിരുന്ന ജൈന ക്ഷേത്രമാണ് തുറക്കുന്നത്. ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥൻ പ്രദീപ് കുമാർ ജെയിനും സമുദായത്തിന്റെ ക്ഷേത്ര പ്രവർത്തനങ്ങൾക്ക് ഈ ക്ഷേത്രം പുനരുദ്ധരിക്കണമെന്ന് അഭിപ്രായക്കാരനായിരുന്നു. പ്രദീപ് കുമാർ ജെയിനിന്റെ അഭ്യർത്ഥന കണക്കിലെടുത്ത് മൊറാദാബാദിലെ ജില്ലാ മജിസ്ട്രേറ്റ് തന്നെയാണ് ഇവിടം പരിശോധിച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ SDM വിനയ് കുമാറിന് നിർദ്ദേശം നൽകിയത്. ഇതനുസരിച്ചാണ് കല്ലും മണ്ണും മൂടിക്കിടക്കുന്ന പ്രദേശത്ത് ജൈന ക്ഷേത്രമാണെന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ 50 വർഷമായി ഈ നിലയിലാണ് ഈ ജൈന ക്ഷേത്രം ഉണ്ടായിരുന്നതെന്ന് ഗ്രാമപ്രധാൻ സസാഖത്ത് അലി പറയുന്നു. മൊറാദാബാദിലെ രക്പൂർകാല ഗ്രാമത്തിലാണ് ഈ ജൈന ക്ഷേത്രം ഉണ്ടായിരുന്നത്. ഇവിടെ 70% മുസ്ലിങ്ങളാണ്. പക്ഷെ ഇവിടുത്തെ ക്ഷേത്രം തുറക്കുന്നതിന് മുസ്ലിം സമുദായത്തിൽ നിന്നും യാതൊരു എതിർപ്പും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവരും സഹകരിക്കുകയായിരുന്നു. മാധ്യമങ്ങളാണ് ഇവിടെ തകർന്ന നിലയിൽ മണ്ണ് മൂടിക്കിടക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതെന്ന വാർത്ത നൽകിയത്. കഴിഞ്ഞ 4-5 ദശകങ്ങളായി മണ്ണ് മൂടിക്കിടക്കുകയായിരുന്ന ഈ ക്ഷേത്രം ജില്ലാ മജിസ്ട്രേറ്റാണ് ഇവിടുത്തെ മണ്ണ് നീക്കി പ്രദേശം വൃത്തിയാക്കാൻ നിർദ്ദേശിച്ചതെന്ന് ബിലാരിയ SDM വിനയ് കുമാർ പറയുന്നു. ഹൈന്ദവ പൈതൃകം സംരക്ഷിക്കുക എന്ന യോഗി ആദിത്യനാഥിന്റെ പദ്ധതി പ്രകാരമാണ് സംഭാലിലും ഇപ്പോൾ മൊറാദാബാദിലും മറിഞ്ഞു കിടക്കുന്ന ക്ഷേത്രങ്ങളും ക്ഷേത്ര കിണറുകളും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നത്. സനാതന ധർമ്മം ശക്തിപ്പെടുത്തിയാലേ ഭാരതം നിലനിൽക്കൂ എന്നാണ് യോഗി ആദിത്യനാഥ് അഭിപ്രായപ്പെടുന്നത്. നമുക്കറിയാം, ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ ഇപ്പോൾ ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുകയും വിശ്വാസികളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ്. ഇപ്പോൾ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിൽ നിന്നും ഇസ്ലാമിസ്റ്റുകൾ കൈയടക്കി വച്ചിരിക്കുന്ന പല പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ കനത്ത മുന്നറിയിപ്പുമായി യോഗി ആദിത്യനാഥ് എത്തിയിരുന്നു. ഇന്ത്യയിൽ ഇനി രാമന്റെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും പാരമ്പര്യങ്ങൾ മാത്രമേ നിലനിൽക്കൂവെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. 6 പതിറ്റാണ്ടായി അധികാരത്തിലിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ സംഭാലിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തിന് നേരെ കണ്ണടച്ചിരിക്കുന്നു. സംഭാലിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1947, 1948, 1978 വർഷങ്ങളിൽ നടന്നത് ഭീകരമായ കലാപങ്ങളാണ്. 1978 കലാപത്തിൽ 184 ഹിന്ദുക്കളെ ജീവനോടെ ചുട്ടുകൊന്നു. 1980, 1982 കൂടുതൽ കലാപങ്ങൾ ഉണ്ടായി. 1990 മുതൽ 1992 5 പേർ കൊല്ലപ്പെട്ടു. 1947 മുതൽ സംഭാലിൽ ആകെ 209 ഹിന്ദുക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ന് സംഭാലിന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ ഈ ഹിന്ദുക്കളെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. ഇന്ത്യയിൽ രാമന്റെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും പാരമ്പര്യങ്ങൾ മാത്രമേ നിലനിൽക്കൂ. ബാബറിന്റെയും ഔറംഗസേബിന്റെയും പാരമ്പര്യങ്ങളല്ല. മുസ്ലിം ഘോഷയാത്രയ്ക്ക് ഹിന്ദു പ്രദേശങ്ങളിൽ ഒരു ക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നു പോകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഒരു ഹിന്ദു ജാഥയ്ക്ക് മുസ്ലിം പ്രദേശങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയില്ല? സംഭാലിൽ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർ ശിക്ഷിക്കപ്പെടും. ഒരാളെ വെറുതെ വിടില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.